വൺ പീസ് ആനിമയിലെ അറബാസ്റ്റ സാഗയിലുള്ള ഡ്രം ഐലൻഡ് ആർക്കിന്റെ അവസാന ഭാഗത്തിലേക്ക് സ്വാഗതം. ഞാൻ ചെറി ബ്ലോസംസ് വിരിയിക്കും. എന്റെ കണ്ടുപിടുത്തം പൂർത്തിയാകുമ്പോൾ ഈ രാജ്യം രക്ഷപ്പെടും. ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഒരു ദിവസം ഞാൻ ഈ രാജ്യത്തെ രക്ഷിക്കും. ഒരിക്കൽ ഞാൻ ചാകാറായ പ്രതീക്ഷയറ്റൊരു തെമ്മാടിയായിരുന്നു. പക്ഷേ ചെറി ബ്ലോസംസ് പൂത്തൊലിഞ്ഞു നിന്നത് കണ്ടതിന് ശേഷം ഞാൻ അതിജീവിച്ചു. എന്റെ മനസ്സിന് തീവ്രമായ മാറ്റമുണ്ടായി. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും രക്ഷിക്കാൻ സാധിക്കും. ഭേദമാക്കാനാവാത്ത ഒരു രോഗവും ഈ ലോകത്തില്ല. ഞാൻ ഈ തലയൊട്ടി പതാക ഉയർത്തിയിരിക്കുന്നത് എല്ലാ അസുഖങ്ങൾക്കുമെതിരെയുമാണ്. ഒന്നും അസാധ്യമല്ല എന്നതിനുള്ള ചിഹ്നമാണിത്. ഇതുയർത്തിക്കൊണ്ട് കടൽ കൊള്ളക്കാർ പോരാടുന്നത് പോലെ ഞാൻ പോരടിക്കും. ചോപ്പർ, ഒരു ദിവസം നീ കടലിലേക്ക് പോകണം. അങ്ങനെ ചെയ്താൽ നിന്റെ പ്രശ്നങ്ങൾ എത്ര ചെറുതാണെന്ന് നിനക്ക് മനസ്സിലാവും. അപ്പോഴേക്കും ചോപ്പർ ഒളിച്ചിരുന്ന സ്ഥലത്തേക്ക് ലൂഫി വന്നു. കണ്ടുപിടിച്ചേ. പേടിച്ച ചോപ്പറെ പിന്നെ ഓടാൻ തുടങ്ങി. ഡാൾട്ടൻ അവശനായി ഇരുന്നു പോയി. ഇച്ചിരി വിശ്രമിച്ചാൽ ശരിയാവുമെന്ന് അയാൾ പറഞ്ഞു. ഓയ് ഓയ് പിള്ളാരെ! ആളുകൾ തിരിഞ്ഞു നോക്കി. കുറേഹ അവിടേക്ക് വരുന്നത് കണ്ട് അവരെല്ലാം പേടിച്ചുപോയി. ആര് ഹാപ്പി പിള്ളാരെ, ആ മുറിവ് പറ്റിയവനെ മെഡിക്കൽ വാർഡിലേക്ക് ഉണ്ടാക്ക്, അവർ പറഞ്ഞു. സോറോയ്ക്ക് കുറേഹയെ മനസ്സിലായി. നിങ്ങളാ പന്ന കിളവിയല്ലേ? വേറെ ആർക്കെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ടോ? ഇല്ല. എന്നാ ചുറ്റിക്കളിക്കാതെ ഞാൻ പറഞ്ഞതുപോയി ചെയ്യേ. നാമിയും സാഞ്ചിയും ഈ സമയം കുറേഹ കാണാതെ ഒളിച്ചിരിക്കുകയായിരുന്നു. നാമി-സാൻ, അസുഖം പൂർണ്ണമായും ചികിത്സിക്കണമെന്ന് സാഞ്ചി. ഞാനിപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ ആലബാസയിലേക്ക് പോകാൻ നമ്മൾ ഇനിയും 2 ദിവസം വൈകും. വിപി നരയിക്കുന്നത് നിനക്ക് ഇനിയും കാണണോ? എന്നാൽ മുറുമുറുക്കാതെ 2 മെഡിക്കൽ വാർഡിൽ പോയി കിടക്കടാ. കുറേഹ ഭിത്തിയും തകർത്തു വന്ന് രണ്ടിനെ കണ്ടുപിടിച്ചു. സോറോയും മുസോപ്പും പുറത്ത് കാത്തിരിക്കുന്നു. ഈ സമയം കുറേഹ സാഞ്ചിയുടെ നട്ടൽ ഓപ്പറേറ്റ് ചെയ്യുകയായിരുന്നു. സാഞ്ചിയുടെ കാറ് ചെങ്കൂച്ചയൊക്കെ കേൾക്കാം. ഇതൊക്കെ കേട്ട് വെളിയിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാം പേടിച്ചിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് കുറേഹ പുറത്തു വന്നു. ഞാൻ വിചാരിച്ചതുപോലെ സീരിയസ് ആയിരുന്നു അവന്റെ കാര്യം. ഡാൾട്ടൻ, ആയുധപ്പുരയുടെ താക്കോൽ എവിടെയാണ്? അതെവിടെയാണെന്ന് നിനക്കറിയാമല്ലോ അല്ലേ? ആയുധപ്പുരയുടെ താക്കോലോ? നിങ്ങൾക്കതിന്റെ ആവശ്യം എന്താണ്? ഡാൾട്ടൻ ചോദിച്ചു. അത് നീ അറിയേണ്ട ആവശ്യമില്ലെന്ന് കുറേഹ. താക്കോല് പണ്ട് മുതലേ വാപ്പോളാണ് കൊണ്ടു നടക്കുന്നത്. അങ്ങനെ തന്നെയാണെങ്കിൽ വാപ്പോളിന്റെ കൂടെ അതും പോയി കാണുമെന്ന് ഡാൾട്ടൻ പറഞ്ഞു. എന്താ? ശരിക്കും? ആശം. ഡോക്ടറീനെ പെട്ടെന്ന് നാമി വിളിച്ചു. ഞങ്ങളുടെ ക്രൂവിന്റെ ട്രീറ്റ്മെന്റ് ഫീസ് നിങ്ങൾ ഫ്രീ ആക്കുമോ? പിന്നെ എന്നെ ഇപ്പോൾ തന്നെ ഡിസ്ചാർജും ചെയ്യുമോ? നാമി ചോദിച്ചു. അത് നീ ഒരിക്കലും സാധ്യമല്ല എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണോ? നിങ്ങളുടെ ഫീസായിട്ട് നിന്റെയൊക്കെ കപ്പലിലെ മുഴുവൻ ചരക്കുകളും പണവും ഞാൻ എടുക്കും. പിന്നെ 2 ദിവസമെങ്കിലും നീ ഇവിടെ കിടന്ന് റെസ്റ്റും എടുക്കും, കുറേഹ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞത് ശരിയാ നാമി-സാൻ. അസുഖം മുഴുവനായും ചികിത്സിക്കണമെന്ന് വിവി പറഞ്ഞു. മുൻപത്തെ അത്രയും പ്രശ്നം എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇനി കുഴപ്പമൊന്നും വരില്ല എന്ന് നാമി. എന്നിട്ട് നാമി താക്കോൽ പുറത്തെടുത്ത് പറഞ്ഞു. ആയുധപ്പുരയുടെ താക്കോല് നിങ്ങൾക്ക് വേണ്ടേ? എന്താ? നിന്റെ കയ്യിൽ എങ്ങനെ അത് വന്നു? ഡാൾട്ടൻ ഞെട്ടിപ്പോയി. അത് ശരിക്കുള്ളതാണോ? നിനക്കെങ്ങനെ അത് കിട്ടിയെന്ന് കുറേഹയും ചോദിച്ചു. ഞാനിത് മോഷ്ടിച്ചതെന്ന് നാമി. എന്നോടിങ്ങനെ വിലപേശാൻ നിനക്ക് നല്ല ധൈര്യമാണല്ലോ. നീ ഒരു തലതെറിച്ച പെണ്ണ് തന്നെ. ശരിയെങ്കിൽ നീ എന്റെ ഫീസ് അടയ്ക്കേണ്ട. കുറേഹ കീ തട്ടി മേടിച്ചു. പക്ഷേ അത്രേ ഉള്ളൂ. ബാക്കി വ്യവസ്ഥയൊന്നും ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നിക്കി, അങ്ങനെയാണെങ്കിൽ എനിക്ക് താക്കോല് തരാനാവില്ല. അത് തിരിച്ചതാ എന്ന് നാമി. പിറകിലത്തെ മുറിയിൽ എന്റെ കോട്ട് വെച്ചിട്ടുള്ള ഒരു അലമാരയുണ്ട്. പിന്നെ ഞാനിവിടെ ആരെയും കാവലൊന്നും നിർത്തിയിട്ടില്ല. അതുപോലെ ആ ചെക്കന്റെ ചികിത്സയും കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ കേട്ടോണം, രക്ഷപ്പെടാൻ ശ്രമിച്ചു പോകരുത്. നിങ്ങളല്ല എന്റെ കൂടെ വാ, കുറച്ച് പണി തരാനുണ്ട്. അത്രയും പറഞ്ഞ് കുറേഹ ആൾക്കാരെയും വിളിച്ച് മുറിയിൽ നിന്ന് പോയി. അവര് പറഞ്ഞത് കോട്ടെടുത്ത് സാഞ്ചിയും കൂട്ടി ഈ തക്കത്തിന് രക്ഷപ്പെടാനല്ലേ എന്ന് നാമി. ഞാനും അങ്ങനെ കേട്ടെ എന്ന് വിവിയും. ചോപ്പർ പിന്നെ ഒറ്റയ്ക്ക് കൊട്ടാരത്തിന് മുകളിൽ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ഒത്തിരി ഓടി നടന്നു. രാത്രിയുമായി. അവന്റെ ശബ്ദവും കേൾക്കുന്നില്ലല്ലോ. അവര് പോയെന്നാ തോന്നുന്നത്. എന്താണെങ്കിലും നല്ലതിനാണ്. എനിക്കിവിടം വിട്ട് പോവാനാവില്ല. ഇന്ന് രാത്രി പൂർണ്ണചന്ദ്രനുമുണ്ടല്ലോ. എന്നാൽ ലൂഫി തോറ്റ് പിന്മാറിയിരുന്നില്ല. ഓയ് റെയിൻഡിയർ, വാ, ഒരുമിച്ച് പൈരറ്റ് ആകാം. ഇവൻ ഇപ്പോഴും എനിക്ക് വേണ്ടി നോക്കി നടക്കുവാണോ? എടാ ലൂഫി, മതിയടാ. ഇത്രയും നേരം നോക്കിയിട്ട് അവൻ വന്നില്ലല്ലോ, ഉസോബ് പറഞ്ഞു. അവന് പൈരറ്റ് ആകേണ്ടായിരിക്കുമെന്ന് സോറോയും. അത് സത്യമല്ല, എനിക്കവനെ നമ്മളോട് കൂടെ കൊണ്ടുപോകണം എന്ന് ലൂഫി. ഞാൻ പറഞ്ഞ പോലെ നിനക്കല്ലേ അത് വേണ്ടത്. എനിക്ക് പോകേണ്ട എന്നുള്ളത് കൊണ്ടല്ല. പക്ഷേ ഞാൻ പോവില്ല. പോകാനാവില്ല. ഞാൻ അവരെ പോലെ അല്ല. ചോപ്പർ അവരെ നേരിടാൻ താഴെ വന്നു. അപ്പോഴേക്ക് നാമിയും വിവിയും സാഞ്ചിയെ വലിച്ചുകൊണ്ട് വെളിയിൽ വന്നിരുന്നു. അവരെല്ലാം ചോപ്പറിനെ കണ്ടു. ഓയ് വാ, ഒരുമിച്ച് പൈരറ്റ് ആകാം. അത് നടക്കില്ല. നടക്കും, കാരണം നല്ല രസമായിരിക്കുമെന്നേ. ഇവൻ എന്തോന്ന് ഈ പറയുന്നേ? പക്ഷേ
പക്ഷെ ഞാനൊരു റെയിൻഡിയർ ആണ്. എനിക്ക് കൊമ്പുകളും കുളമ്പുമുണ്ട്. എൻ്റേത് നീല മൂക്കുമാണ്. അവൻ്റെ ഹൃദയത്തിലെ മുറിവ് നിങ്ങൾക്ക് സുഖപ്പെടുത്താനാകുമോ? എനിക്ക് പൈലറ്റ് ആകണമെന്നത് സത്യം തന്നെ. പക്ഷേ ഞാൻ മനുഷ്യൻ പോലുമല്ല. ഞാനൊരു ഭീകരജീവിയാണ്. എനിക്ക് നിങ്ങളുടെ സുഹൃത്താകാൻ പറ്റില്ല. അതുകൊണ്ട് നന്ദി പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ കൂടെ ചേരാൻ പറഞ്ഞതിന് നന്ദിയുമുണ്ട്. ഞാൻ ഇവിടെ നിന്നോളാം. എന്നാലും ഒരു ദിവസം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരിക്കൽ കൂടി ഇവിടെ വരണം. പെട്ടെന്ന് ലൂഫി ഉറക്കെ പറഞ്ഞു. മിണ്ടാതിരിയടാ, നമ്മൾക്ക് പോവാം. ചോപ്പർ ഈറനണിഞ്ഞു. മിണ്ടാതിരിക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഒരുത്തിനെ ക്ഷണിക്കുന്നത്. നാമി, നീ ശരിക്കും ഓക്കെ ആണോ? ഉസോപ്പ് ചോദിച്ചു. അതേന്നേ, നോ പ്രോബ്സ്. ഓയ്, അമ്മച്ചിയോടും മറ്റുള്ളവരോടും യാത്ര പറയാമെന്ന് ലൂഫി അപ്പോൾ പറഞ്ഞു. വേണ്ട, ചോപ്പർ തനിയെ പോയിക്കോട്ടെ. കുറേഹയുടെ കൂടെ അവൻ 6 വർഷം താമസിച്ചതല്ലേ. മനസ്സിൽ കൊള്ളുന്ന യാത്രയായപ്പായിരിക്കും അത്. നമ്മളുടെ മുന്നിലെ ഡോക്ടറിൻ അങ്ങനെയൊക്കെ പെരുമാറിയാലും ശരിക്കും നല്ലൊരു സ്ത്രീയാ അവര്, നാമി പറഞ്ഞു. അപ്പോ യാത്ര പോലും പറയാതെയാണോ നമ്മൾ ഇവിടുന്ന് പോകാൻ പോകുന്നത് എന്ന് ഉസോപ്പ് ചോദിച്ചു. തീർച്ചയായിട്ടും. ചോപ്പർ എപ്പോൾ തിരികെ വരുന്നു അപ്പോൾ തന്നെ നമ്മൾ മലയിറങ്ങി താഴെ പോയി അറബാസയിലേക്ക് യാത്ര തിരിക്കും. നിനക്കതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ വിവി? നാമി ചോദിച്ചു. ഒരിക്കലുമില്ല. എന്നാ ഞാൻ പോയി റോപ്പ് വേ ശരിയാക്കാമെന്ന് പറഞ്ഞ് ഉസോപ്പ് ലൂഫിയെ വിളിച്ചുകൊണ്ട് പോയി. ആളുകൾ പീരങ്കികളിൽ പെരുമാറുകയായിരുന്നു. പെട്ടെന്നാവട്ടെ, ഇതെല്ലാം എടുത്ത് വെളിയിൽ കൊണ്ട് നിരനിരയായി വെക്ക്. ആളുകൾ അവരെന്തിനാ അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ആവട്ടെ എന്ന് കുറേഹ പറഞ്ഞ് മെഡിക്കൽ വാർഡിലേക്ക് പോയി. ഓ, കുറച്ച് പേഷ്യൻസ് മിസ്സിംഗ് ആണല്ലോ. അവര് രക്ഷപ്പെട്ടു, ഡാൾട്ടൻ പറഞ്ഞു. ഓഹോ, അങ്ങനെയാണല്ലേ. അപ്പോൾ ഡോക്ടറിൻ എന്ന് വിളിച്ചുകൊണ്ട് ചോപ്പർ അവിടേക്ക് വന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട് ഡോക്ടറിൻ. ചോപ്പർ, നീ എവിടെയായിരുന്നു? താഴെ ചെന്ന് പീരങ്കി എടുത്തു വെക്കാൻ അവരെ സഹായിക്ക്. ഇത് കേട്ടേ ഡോക്ടറിൻ, ഞാൻ പൈലറ്റ് ആകാൻ പോവാ. ഞാൻ അവരുടെ കൂടെ പോവാ. എന്താ? ഞാൻ കടലിലേക്ക് പോവാ. ഞാൻ അവരുടെ കപ്പലിൽ ഡോക്ടറായി ചേർന്ന് ലോകം മുഴുവൻ യാത്ര ചെയ്യും. നീ എന്താ കുഞ്ഞു കളിക്കുവാണോ? ഞാൻ പറയുന്നത് കേൾക്ക്. നീ മാത്രമേ എനിക്ക് അസിസ്റ്റന്റ് ആയിട്ടുള്ളൂ. നിന്നെ മെഡിസിൻ പഠിപ്പിച്ചത് ആരാണെന്നാ നിന്റെ വിചാരം? അതോ എന്നോട് അതിനുള്ള നന്ദി പോലും ഇല്ലെന്നാണോ നീ ഉദ്ദേശിക്കുന്നത്? കുറേഹ അരിശപ്പെട്ടു. അത് സത്യമല്ല. എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് ഡോക്ടറേൻ. പിന്നെ ഡോക്ടറിനെയും നിങ്ങളെയും കണ്ടുമുട്ടിയ ഈ നാടിനോടും എനിക്ക് ഒത്തിരി സ്നേഹമുണ്ട്. എന്നാ നീ ഇവിടെ തന്നെ നിൽക്കേ. നീ വേറെ എവിടെ പോയാലും ഇതുപോലൊരു നല്ല കൊട്ടാരത്തിൽ താമസിക്കാനാവില്ല നിനക്ക്. കടൽ കൊള്ളക്കാർ ഒരു വകയ്ക്കും കൊള്ളാത്തവരാണ്. നീയൊക്കെ കടലിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ചത്തുപോകും. അത് കുഴപ്പമില്ല. അധികം ഞെകളിക്കല്ലേ. ഒരു റെയിൻഡിയർ കടലിലേക്ക് പോയതിനെ കുറിച്ചൊന്നും ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. അതെ, ഞാൻ റെയിൻഡിയറാ. പക്ഷെ ഞാനൊരു പുരുഷൻ കൂടിയാണ്, ചോപ്പർ ഉറക്കെ പറഞ്ഞു. കുറേഹ ഒരു നിമിഷം അന്താളിച്ചു നിന്നുപോയി. നീ ഒത്തിരി വാവിടുന്നു. എന്തായാലും ഞാൻ നിന്നെ അനുവദിക്കില്ല. പോകാൻ നിനക്ക് ഇത്രക്ക് ഇതാണെങ്കിൽ ആദ്യം നീ എന്നെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞ് കുറേഹ അവന് നേരെ ഒരു മഴ എറിഞ്ഞു. ചോപ്പർ അത് കണ്ട് ഞെട്ടിപ്പോയി. നിന്നെപ്പോലെ ഒരു ഇള്ളുള്ള കുഞ്ഞ് പുരുഷനാണെന്നോ? ഡോക്ടറീൻ, പക്ഷേ അവര് മനസ്സിലാക്കൂ. എന്നാൽ അരിശം കയറിയ കുറേഹ കുറെ ആയുധമെടുത്ത് അവന് നേരെ എറിയാൻ തുടങ്ങി. ചോപ്പർ ജീവനും കൊണ്ട് ഇറങ്ങി ഓടി. കുറേഹ പിറകെ. എന്താ അവിടെ ഒരു ശബ്ദം? എന്താണെങ്കിലും ഇതെല്ലാം വെളിയിൽ കൊണ്ടുവെക്കണം, അല്ലെങ്കിൽ ഡോക്ടർ കുറേഹ വല്ല കുന്തം എറിഞ്ഞു കൊല്ലും എന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ചറവറ ആയുധം എറിഞ്ഞുകൊണ്ട് ചോപ്പറിനെ ഓടിച്ചോണ്ട് കുറേഹ വന്നു. എന്താ അകത്ത് നടക്കുന്നത്? ഭയങ്കര ബഹളമാണല്ലോ. അവന്മാർക്കൊന്നും മിണ്ടാതിരുന്നൂടെ? അവിടെ നല്ലൊരു യാത്രയയപ്പ് നടക്കുവാണെന്ന് നാമി. ചോപ്പർ സ്ലേ പുറത്തെടുത്ത് ഓടി. എന്നോട് ക്ഷമിക്കണം ഡോക്ടറേൻ, പക്ഷേ എനിക്ക് ഈ ലോകം കാണണം. കുറേഹ കാര്യപ്പിൽ അപ്പോഴും പുറകെ ചേസ് ചെയ്യുന്നുണ്ട്. നിന്നെപ്പോലെ ഒരുത്തൻ കടലിൽ എന്ത് ചെയ്യാനാ? നീയും ഹിറുലുക്കിനെ പോലെ മനോരാജ്യത്താണോ ജീവിക്കുന്നത്? കുറേഹ അലറി. അല്ല, ഫാന്റസി അല്ല. ഡോക്ടറിന്റെ റിസർച്ച് ശരിക്കും പൂർത്തിയായതാണ്. ഓയ്, അവൻ വരുന്നുണ്ട്. എന്തു പറ്റി? അവനെ ഇട്ട് ഓടിക്കുന്നത് പോലെ ഉണ്ടല്ലോ എന്ന് നാമി. അപ്പോൾ റോപ്പ് വേ റെഡിയാക്കിയെന്ന് പറഞ്ഞ് ഉസോപ്പും ലൂഫിയും പുറത്തു വന്നു. ഓടി വന്ന ചോപ്പർ ഉറക്ക പറഞ്ഞു. എല്ലാവരും സ്ലേ കയറ്, നമ്മൾ മലയിറങ്ങാൻ പോവാണ്. ഗ്രാമത്തിലെ ആളുകൾ കൂടി നിൽക്കുകയായിരുന്നു. അതിലൊരാൾ അത് കണ്ടു. അത് നോക്ക്. എന്താ അത്? ആ ദൃശ്യം കണ്ടവർ ഞെട്ടിപ്പോയി. അതാ മന്ത്രവാദിനിയുടെ സ്ലേ അല്ലേ? പൂർണ്ണചന്ദ്രനുള്ള മഞ്ഞ് വീഴുന്ന രാത്രിയിൽ നിലാവെളിച്ചത്തിൽ ആകാശത്തു കൂടി റെയിൻഡിയർ സ്ലേ വലിച്ച് പറന്നു പോകുന്ന ഒരു അത്ഭുത ദൃശ്യമായിരുന്നു അത്. സ്ട്രോഹാറ്റുകൾ കയറിൽ കൂടി ചോപ്പർ ഓടിച്ച സ്ലേയിൽ മലയിറങ്ങി. മുകളിൽ നിന്ന് കുറേഹ അവരുടെ പ്രയാണം നോക്കി നിന്നു.
റോബോയുടെ താഴെ ആളുകൾ ഞെട്ടിപ്പോയി. അതെന്തായിരുന്നു? കുറേഹയുടെ റെയിൻഡിയർ അല്ലായിരുന്നു അത്? ആ സ്ലേയിലുണ്ടായിരുന്നത് മറ്റേ പൈരറ്റുകളല്ലേ? എന്താ മുകളിൽ നടന്നത്? വാപ്പോളിന് എന്തു പറ്റി? ഡാൾട്ടൺ സാൻ ഓക്കെ ആണോ? അവരെല്ലാരും അത്ഭുതപ്പെട്ടു. യഹൂ, അടിപൊളി, ഒന്നും കൂടി ചെയ്യാവുന്ന ലൂഫി. അണ്ടാ നമ്മൾ പോവാണെന്ന് നാമി പറഞ്ഞു. അപ്പോഴേക്ക് സാഞ്ചിക്കും ബോധം വന്നു. വെളിയിലേക്ക് വന്ന ഡാൾട്ടൻ കുറേഹയോട് പറഞ്ഞു, അങ്ങനെ യാത്ര അയച്ചത് ശരിയായിരുന്നു. ഞാൻ വളർത്തിക്കൊണ്ടിരുന്ന പെറ്റിനെ മറ്റൊരാൾ ഇപ്പോൾ നോക്കുന്നു, അത്രേ ഉള്ളൂ. എനിക്ക് കണ്ണീരിഷ്ടമല്ല. കുറേഹ ഈറിനണിഞ്ഞു. നീ എൻ്റെ കൂടെ വാ, നമ്മൾക്കൊരു അടിപൊളി യാത്രയയപ്പ് കൊടുക്കാനുണ്ട്. കുറേഹ തിരികെ നടന്നു. ഡോക്ടർ, അതൊരു ഫാന്റസി അല്ലായിരുന്നല്ലോ അല്ലേ? റിസർച്ച് കംപ്ലീറ്റ് ആയില്ലേ? അതോ അതും കള്ളമായിരുന്നു? വിജയിക്കാതെ നിങ്ങൾ മരിച്ചാൽ എനിക്ക് സങ്കടമാകുമെന്ന് വെച്ചാണോ അങ്ങനെ പറഞ്ഞത്? തലയോട്ടി പതാക ഉയർത്തിയ ഒരാൾക്ക് ഒന്നും അസാധ്യമല്ല. ഒരിക്കൽ കൂടി അത് പറയൂ ഡോക്ടർ. എല്ലാ പീരങ്കികളും മുകളിലേക്ക് അവർ ചൂണ്ടി. നിങ്ങൾ തയ്യാറാണോ യുവാക്കളെ? യെസ് മാം. ഫയർ! ഇത് കേൾക്ക് കുറേഹ. ഡോക്ടർ കുറേഹ, ഇതെന്താണ്? മിണ്ടാതിരുന്ന് കാണടാ. പീരങ്കി ശബ്ദം കേട്ട് ദ്വീപിലെ ആളുകൾ മുഴുവൻ വെളിയിൽ ഇറങ്ങി നോക്കി. എന്താ നടക്കുന്നത് എന്നറിയാൻ അവർ അതിശയിച്ചു. ഡോക്ടർ കുറേഹ, എല്ലാം ഞങ്ങൾ നിറയൊഴിച്ചു. ആകാശത്തൊരു പ്രകാശം വിരിഞ്ഞു. ജനങ്ങൾ കണ്ട കാഴ്ചയിൽ അവർ അത്ഭുതം കൊണ്ടു. ചോപ്പറും സ്ട്രോഹാറ്റുകളും ആ ദൃശ്യം കണ്ടു. അടിപൊളി, എന്തു ഭംഗിയാ! എന്റെ 30 വർഷങ്ങൾ ചെലവഴിച്ച് ഞാൻ കണ്ടുപിടിച്ച ഉത്തരമാണിത്. എന്ത് അസാധാരണമായ കാഴ്ചയാണിത്! ആ മണ്ടൻ എന്താ ചിന്തിച്ചിരുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ ചെറി ബ്ലോസംസ് വിരിയിക്കും. എന്റെ കണ്ടുപിടുത്തം പൂർത്തിയായാൽ ഈ രാജ്യം തന്നെ രക്ഷപ്പെടും. കേൾക്ക്, ഈ ചുവന്ന പൊടി സാധാരണ പൊടിയല്ല. അന്തരീക്ഷത്തിലുള്ള വെളുത്ത മഞ്ഞിൽ ഇത് പറ്റിപ്പിടിച്ചിരുന്ന് ഉജ്ജ്വലമായ പിങ്ക് നിറം പകരും. ചോപ്പറിന്റെ കണ്ണു നിറഞ്ഞവൻ കരയാറായിരുന്നു. ഡോക്ടർ, ഡോക്ടറീൻ, അവൻ ഉറക്കെ പൊട്ടിക്കരഞ്ഞു. വാക്കുകളാൽ വർണ്ണിക്കാനാവാത്തത്ര ഭംഗിയോടെ ഒരു ചെറി ബ്ലോസം മരം പൂത്തൊലിഞ്ഞു നിൽക്കുന്ന മനോഹര ദൃശ്യം അവരെല്ലാവരും കണ്ടു. ഞാൻ നിന്നെ ഒരിക്കലും വെടിവെക്കില്ല. എൻ്റെ പേര് ഡോക്ടർ ഹിരിലുക്ക്. ഞാനൊരു ഡോക്ടറാണ്. ടോണി ചോപ്പർ. നല്ല പേരല്ലേ? അതാണ് ഞാൻ നിന്നെ വിളിക്കാൻ പോകുന്നത്. ചോപ്പർ, നല്ലൊരു ഡോക്ടറാവാൻ നിനക്ക് പറ്റും. ഞാൻ ഗ്യാരണ്ടി തരുന്നു. ഞാൻ ഇല്ലാതായാലും എൻ്റെ സ്വപ്നം സഫലമാവും. ഞാൻ നല്ലൊരു ജീവിതം ജീവിച്ചു. നന്ദി ചോപ്പർ. സുരക്ഷിതമായി യാത്ര ചെയ്യൂ മണ്ടൻ മകനെ. സ്ട്രോഹാറ്റുകൾ ഗോയിങ് മെറിയിൽ കയറി യാത്ര തുടർന്നു. അവരപ്പോഴും ആ വശ്യസുന്ദരമായ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നാമി, ചോപ്പർ ഓക്കെ ആണോ? ഉസോബ് ചോദിച്ചു. അവനെ കുറച്ചു നേരം തനിച്ച് വിട്ടേക്കാൻ അവൾ പറഞ്ഞു. അവനൊരാണെന്ന നിലയ്ക്ക് ഒരു യാത്രയ്ക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് ആദ്യമായി എക്സ്പീരിയൻസ് ചെയ്യുകയല്ലേ എന്ന് സാഞ്ചി. അതെ, അവൻ ഇത്രയും നാളും ജീവിച്ച നാട് വിട്ടു പോവുകയല്ലേ എന്ന് വിവിയും പറഞ്ഞു. ഞാൻ പോവുകയാണ് ഡോക്ടറീൻ. എൻ്റെ അഡ്വഞ്ചർ തുടങ്ങാറായി. സ്ട്രോഹാറ്റുകൾ മുഴുവൻ ഫുള്ള് ബഹളവും ആഘോഷവുമായി രസിക്കുകയായിരുന്നു. പൂർണ്ണചന്ദ്രൻ പുറത്തു വന്നു. ചെറി ബ്ലോസംസും പൂത്തു. ചോപ്പറെ, തേണ്ടി എത്ര നേരം നീ ഇങ്ങനെ വിദൂരത്തേക്ക് നോക്കിയിരിക്കും? അതും പറഞ്ഞ് ഉസോബ് ചോപ്പറിനെ വലിച്ച് അടുത്തു കൊണ്ടുവന്നു. കുടിക്ക്. ഉസോബിനെ തള്ളിയിട്ട് സാഞ്ചി വന്നിട്ട് പാട്ട് പാടാൻ പറഞ്ഞു അവനോട്. ഇന്നാ ഈ ചോപ്പ് സ്റ്റിക്സ് മൂക്കിൽ കുത്തിക്കയറ്റാൻ എന്ന് ലൂഫിയും പറഞ്ഞു. ചെറി ബ്ലോസംസിന്റെ എന്താ അടിപൊളി നൈറ്റ് വ്യൂ ആണിത്. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മൾ ഇതുപോലെ ആഘോഷിക്കുന്നത്? അവന്മാരെല്ലാം ഭയങ്കര വൈബ്. എന്താ സർപ്രൈസ് ആയിപ്പോയോ? കുറച്ച് ഭ്രാന്തന്മാരെയാണ് നീ കൂട്ടുകാരാക്കിയിരിക്കുന്നത്. കൂട്ടുകാരോ? അതെ, അവന്മാർ ഇച്ചിരി ഓവറാ. എന്നാലും നീ ഞങ്ങളിൽ ഒരാളെ മാറിയത് കൊണ്ട് ശീലമാക്കേണ്ടി വരും. കാരു, നീ തണുത്തുറഞ്ഞ് പുഴയിൽ എന്തിനാ കിടന്നേ? പാവം കാരു ഇരുന്ന് വിറയ്ക്കുകയായിരുന്നു. അവൻ കാല് തെറ്റി വല്ല വീണതായിരിക്കും മണ്ടൻ എന്ന് സോറോ. ഒന്ന് പോ മിസ്റ്റർ ബുഷിഡോ. വിറച്ചോണ്ടിരിക്കുന്ന കാരു എന്തൊക്കെയോ ചിലയ്ക്കുന്നുണ്ടായിരുന്നു. ചോപ്പർ അടുത്ത് വന്നത് കേട്ടിട്ട് പറഞ്ഞു, ഇവൻ പറയുന്നത് സോറോ എന്ന് പേരുള്ള ആളിനെ പുഴയിൽ നീന്താൻ പോയപ്പോൾ കാണാതെ പോയി. സോറോ അപകടത്തിലാണെന്ന് വിചാരിച്ച് വെള്ളത്തിൽ ചാടിയ ഇവൻ തണുത്തുറഞ്ഞു പോയെന്ന്. വിവിക്ക് അത്ഭുതം. ടോണിക്കുൻ, കാരു പറയുന്നത് മനസ്സിലാകുമോ? ആ, ഞാൻ ജന്മന ഒരു മൃഗമല്ലേ, അതുകൊണ്ട് എനിക്ക് മൃഗങ്ങളോട് സംസാരിക്കാൻ പറ്റും. മൃഗങ്ങളോട് സംസാരിക്കാൻ പറ്റുമോ? സുഗോയ് ചോപ്പർ, നീ അടിപൊളിയാ. ഒരു ഡോക്ടർ എന്നതിനുപരി നിനക്ക് ഇതിനും കഴിവുണ്ടല്ലേ?
ഓയ് നാമി, ഡോക്ടർ എന്നതുകൊണ്ട് നീ എന്താ ഉദ്ദേശിച്ചതെന്ന് സോറ ചോദിച്ചു. ചോപ്പർ ഒരു ഡോക്ടറാണ്. കുറേഹയുടെ കഴിവുകളെല്ലാം പഠിച്ച നല്ല ഒന്നാം തരം ഡോക്ടർ. അവർക്ക് ആർക്കും വിശ്വസിക്കാനായില്ല. നീ ഡോക്ടറാണോ ചോപ്പറെ? അടിപൊളി കിടൂ. ശരിക്കും? എന്റെ പൊന്നടാ, പിന്നെ എന്തോ കണ്ടിട്ടാ അവനോട് ക്രൂവിൽ ചേരാൻ പറഞ്ഞതെന്ന് നാമി ചോദിച്ചു. 7 ഫോം ട്രാൻസ്ഫോർമേഷനുള്ള അടിപൊളി റെയിൻഡിയർ, എമർജൻസി ഫുഡ്. എന്നാ? അപ്പോഴാണ് ചോപ്പർ അത് ഓർത്തത്. നാശം, പെട്ടെന്നോടി ഇറങ്ങി വന്നതുകൊണ്ട് എൻ്റെ മെഡിക്കൽ ടൂൾസ് എല്ലാം എടുക്കാൻ മറന്നുപോയെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ച് നാമി ഒരു ബാഗ് കാണിച്ചു. എൻ്റെ ബാഗ് ഇതാ സ്ലേയിലുണ്ടായിരുന്നു എന്ന് അവൾ പറഞ്ഞു. അതെങ്ങനെ? എങ്ങനാണെന്ന്? നീ തന്നെയല്ലേ ട്രിപ്പിന് ഒരുങ്ങിയത്? അപ്പോഴാണ് ചോപ്പർ അത് തിരിച്ചറിഞ്ഞത്. അവസാനം നിന്റെ ചിന്ത വരെ അവർക്ക് മനസ്സിലായിരുന്നു. എന്ത് നല്ല സ്ത്രീയാ അവര്. ഓയ് ചോപ്പർ, ഇതൊന്ന് ചെയ്തു നോക്കിക്കേ. ഓക്കേ ഗായ്സ്, അറ്റൻഷൻ, ഉസോപ്പ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. സോറോയും സാഞ്ചിയും ഇതിനിടയ്ക്ക് പൊരിഞ്ഞാടി. നമ്മളുടെ പുതിയ സുഹൃത്തിനെ ഞാൻ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ടൊണി ചോപ്പർ. ഉസോപ്പിനെ ആരും മൈൻഡ് ചെയ്യാതെ ഫുൾ അലമ്പാണ്. അവന്റെ വരവിനെ ആഘോഷിക്കാനായി ആരെങ്കിലും ഒന്ന് കേക്കടേ. ഇതിനു മുൻപ് ഞാൻ ഇത്രയും രസിച്ചിട്ടില്ല. നമ്മളുടെ പുതിയ സുഹൃത്തിനായി. അവർ ദ്വീപ് വിട്ട് പോയി കാണുമോ? ഡാൾട്ടൻ ഓർത്തു. ഒന്നാം തരം ഹൃദയവും ഒരു ഡോക്ടറിന്റെ ഒന്നാം തരം കഴിവുമുള്ള ഒരു റെയിൻഡിയർ. അയാൾ പറഞ്ഞു. ഹിരലുക്കിന്റെ ചെറി ബ്ലോസംസ് ഒരു അത്ഭുതം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ റെയിൻഡിയർ കടലിലേക്ക് പോയതായിരിക്കും. ആ ചെക്കൻ ഇപ്പോഴേ വലിയ ഒരാളെ പോലെയായി, കുറേഹ പറഞ്ഞു. അവൻ നല്ലൊരു ഡോക്ടറാവും. അപ്പോൾ നീ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് ഡാൾട്ടൻ? കുറേഹ ചോദിച്ചു. ഞാൻ വാപ്പോളിന് കീഴിൽ സെക്യൂരിറ്റി ഗാർഡിന്റെ ക്യാപ്റ്റനായല്ലായിരുന്നു ജോലി ചെയ്തത്. എന്റെ പാപങ്ങൾക്ക് ഞാൻ പ്രായശ്ചിത്തം ചെയ്യണം. ഞാൻ ഈ പുതിയ രാജ്യം ജനങ്ങൾക്കായി വിട്ടുകൊടുത്ത് ഈ ദ്വീപിൽ നിന്ന് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു, ഡാൾട്ടൻ പറഞ്ഞു. നീ അത് ചെയ്യാൻ പോവുകയാണോ? അല്ല, പ്രായശ്ചിത്തത്തിനുള്ള വഴി ഇവിടുന്ന് പോകുക മാത്രമല്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഈ രാജ്യം ഏകാധിപത്യത്തിന്റെ കൈവിലങ്ങ് ഭേദിച്ചിരിക്കുകയാണ്. ജനങ്ങളുടെ കൈയാൽ നിർമ്മിച്ച ഒരു പുതിയ രാജ്യം പിറക്കാൻ പോവുകയാണ്. ഇവിടെ നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ജനനത്തിനായി എനിക്ക് എന്തെങ്കിലും ചെയ്യാനാവും. എനിക്ക് പ്രായശ്ചിത്തം ചെയ്യാനുള്ളൊരു വഴിയാണിതെന്ന് എനിക്ക് ഉറപ്പാണ്. ഈ ചെക്കൻ. രാജ്യത്തിന് വേണ്ടി ചിന്തിക്കാനുള്ള ഒരു മനസ്സുണ്ട് നിനക്ക്, കുറേഹ പറഞ്ഞു. രാജ്യത്തിന് വേണ്ടി ചിന്തിക്കാനുള്ള മനസ്സല്ലേ? ഞാനതൊരിക്കൽ ഒരു 10 വയസ്സുകാരി പെൺകുട്ടിയിൽ നിന്നാണ് പഠിച്ചത്. ഹോളി ലാൻഡ് ഓഫ് മരീജുവ ലോക ഉച്ചകോടിയല്ലേ? ഒരു കാര്യവുമില്ലാത്ത ഊള പരിപാടിയാണിത്. വാപ്പോളും ചെസ്സും കുറവമാരുമോയും ഡാൾട്ടനും വേൾഡ് സമ്മിറ്റിൽ പങ്കെടുക്കാൻ വന്നതായിരുന്നു. അപ്പോഴാണ് അയാൾ അതിലെ നടന്നുപോയത്. അറബാസ മഹാരാജ്യത്തെ മഹാരാജാവല്ലേ അത്? അതെ, നെഫർത്താരി കോബ്രസമ, അറബാസയിലെ ബുദ്ധിമാനും കരുണാമയനുമായ രാജാവ്. ഉച്ചകോടിയിൽ ഒരു രാജാവ് പറഞ്ഞു. റവല്യൂഷണിസ്റ്റ് ഡ്രാഗൺ, ഈ മനുഷ്യന്റെ ആദർശപരമായ കാഴ്ചപ്പാടെല്ലാം അപകടകരമാണ്. ഇയാൾ ഉറപ്പായും നമ്മൾക്കെല്ലാം ഒരു വലിയ ശത്രുവായി മാറും. ഇനിയും 5-6 വർഷത്തിനുള്ളിൽ നമ്മൾക്കെതിരെ, വേൾഡ് ഗവൺമെന്റിനെതിരെ ഇവൻ വരും. എന്ത് മണ്ടത്തരമാ! എന്റെ രാജ്യവും ഇതും തമ്മിൽ എന്താ ബന്ധം? ഒരു സാധാ വിപ്ലവകാരിയെ കൊണ്ടൊന്നും മയക്കാൻ പറ്റാത്ത രീതിയിലാണ് ഞാൻ എന്റെ രാജ്യത്തെ ഭരിക്കുന്നത്. അവനെ പിടിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ അതങ്ങ് ചെയ്തു. വാപ്പോൾ അഹങ്കരിച്ചു. എന്നാൽ വാപ്പോള്, എന്തു സ്വാർത്ഥനാ നീ? ഈ റിവർ എന്താണെന്ന നിന്റെ വിചാരം? ഉത്തരവാദിത്തപരമായി പെരുമാറൂ. നെഫർത്താരി കോബ്രയുടെ വാക്കുകൾ വാപ്പോളിന് സുഖിച്ചില്ല. കോൺഫറൻസിന് ശേഷം വാപ്പോള് ആ അരിശത്തിൽ നടക്കുമ്പോഴാണ് കുട്ടി വിവിയെ കാണുന്നത്. അയാൾക്ക് അവളെ മനസ്സിലായി. അയ്യോ, എന്റെ കൈ തന്നെയതാണെന്ന് പറഞ്ഞ് വാപ്പോൾ അവളെ അടിച്ച് നിലത്തിട്ടു. ഓ, എക്സ്ക്യൂസ് മീ, നീ ആ അറബാസിയിലെ രാജകുമാരിയല്ലേ? കഷ്ടം തന്നെ, അയാളുടെയൊക്കെ മകളെ ജനിച്ചു പോയല്ലോ. ഇഗരം വാപ്പോളിനെ എതിർക്കാൻ തുനിഞ്ഞെങ്കിലും വിവി ഇഗരത്തിനെ തടഞ്ഞു. എന്നോട് ക്ഷമിക്കുക, ഞാനാണ് അങ്ങോട്ട് വന്ന് ഇടിച്ചത്, അവൾ പറഞ്ഞു. എന്ത് കുട്ടിയാ അത്? ലോകത്തിലെ രാജാക്കന്മാരെല്ലാം ഒത്തുകൂടുന്ന റിവറിയിൽ ഒരു ചെറിയ തർക്കം പോലും യുദ്ധങ്ങൾക്ക് കാരണമായേക്കാം. ഇവൾ അത് അറിഞ്ഞുകൊണ്ടാണ് ആ സാഹചര്യത്തെ നേരിട്ടത്, അതും ഈ ചെറിയ പ്രായത്തിൽ, ഡാൾട്ടൻ ചിന്തിച്ചു. വാപ്പോള് പോയി. ക്ഷമിക്കുക. എന്നാൽ ആരും കാണാതെ ഇഗരത്തിനോട് ചേർന്നവൾ വേദന കാരണം കരഞ്ഞു. ഒരു രാജ്യത്തിനു വേണ്ടിയുള്ള രാജകുമാരിയുടെ മനസ്സ്, അവളുടെ കുലീനത ഒരിറ്റുപോലും മാറിയിട്ടില്ല. അത്ര പ്രൗഢമായാണ് അവൾ വളർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ 20 MDs ഡാൾട്ടനെ കാണാൻ അവിടേക്ക് വന്നു. ഈ രാജ്യത്തിനു വേണ്ടി ചിന്തിക്കുന്ന ഒരു ഹൃദയം ഇപ്പോഴും ഞങ്ങൾക്കുണ്ട്. ഈ പുതിയ രാജ്യത്തെ സഹായിക്കാനായി ഞങ്ങളെ അനുവദിക്കൂ. ഡാൾട്ടൻ അവർ പറഞ്ഞത് അംഗീകരിച്ചു. ഹിരുലുക്ക്, ഈ രാജ്യം ഉറപ്പായും പുനർജനിക്കും, നിന്റെ മകൻ ചോപ്പറിനെ പോലെ തന്നെ. അപ്പോൾ 2 പേർ ഡാൾട്ടനെ വിളിച്ചുകൊണ്ട് അവിടേക്ക് ഓടി വന്നു. ഞങ്ങൾ ഇപ്പോഴാണ് ഈ കാര്യം ഓർത്തത് ഡാൾട്ടൻ സാൻ, അവർ പറഞ്ഞു.
എന്താണത്? ഇത് കണ്ടോ? അവർ ഡാൾട്ടന് ഒരു പേപ്പർ കൊടുത്തു. അത് ലൂഫിയുടെ ബൗണ്ടി പോസ്റ്റർ ആയിരുന്നു. ഇത് അവനാണ്, വാപ്പോളിനെ തോൽപ്പിച്ച സ്ട്രോഹാറ്റ് പൈരറ്റ്. അവന്റെ തലയിൽ 30 മില്യൺ ബെറി ബൗണ്ടി ഉണ്ടായിരുന്നല്ലേ? ഡാൾട്ടൻ അത്ഭുതം. ഓഹോ, അവന്മാരെ വലിയ തെമ്മാടികളാണല്ലോ എന്ന് കുറേഹയും പറഞ്ഞു. നിങ്ങൾക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? ഡാൾട്ടൻ ചോദിച്ചു. ഞാനിത് റിപ്പോർട്ട് ചെയ്യാൻ മറന്നുപോയതാണ്. പക്ഷേ ഒരാഴ്ച മുന്നേ ഒരു സഞ്ചാരിയെ പോലെ ഇരിക്കുന്ന ഒരാള് റൊബല്ലെ ടൗണിൽ വന്നു. മഞ്ഞൊന്നും വീഴാഞ്ഞ ഒരു വിചിത്രമായ ദിവസമായിരുന്നു അത്. അയാൾ പറഞ്ഞത് അയാൾ ഈ നാട് ആക്രമിച്ച ബ്ലാക്ക് ബിയർഡിന് പിന്നാലെയാണെന്നാണ്. ബ്ലാക്ക് ബിയർഡ് ഇവിടെ നിന്ന് പോയെന്നറിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, എന്നാൽ ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ, സ്ട്രോഹാറ്റ് വെച്ചൊരു പൈരറ്റ് ഇതിലെ വന്നായിരുന്നു. ഞങ്ങൾക്കറിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഈ വാണ്ടഡ് പോസ്റ്റർ കാണിച്ചയാൾ പറഞ്ഞു, ഈ മനുഷ്യൻ ഇവിടെ വന്നാൽ അവനോട് പറയണം ഞാൻ അറബാസയിൽ അവന് വേണ്ടി 10 ദിവസം കാത്തിരിക്കുമെന്ന്. ഓക്കെ? എന്നിട്ട് അയാൾ പോകാൻ തുടങ്ങി. ഓയ് നിക്കേ, നിങ്ങളുടെ പേരെന്താ? ഓ, ഞാനത് മറന്നു. എൻ്റെ പേര് എയ്സ്. അവൻ വരുമ്പോൾ ഇത് പറഞ്ഞാൽ ഞാൻ ആരാണെന്ന് അവന് മനസ്സിലായിക്കോളും. പെട്ടെന്നൊരു കടക്കാരൻ ചാടി വന്ന് അലറി, അവനെ പിടിക്കേ, തിന്നിട്ട് പൈസ തരാതെയാണ് അവൻ പോകുന്നത്. അപ്പൊ ശരി, ഇതങ്ങ് പറഞ്ഞേക്കണേ. എയ്സ് അവിടെ ഓടിക്കളഞ്ഞു. 10 ദിവസം അറബാസയിൽ കാത്തിരിക്കുമെന്നല്ലേ? ഡോക്ടർ കുറേഹ, എന്തു പറ്റി? കുറേഹയുടെ ഇരിപ്പ് കണ്ട് ഡാൾട്ടൻ ചോദിച്ചു. നിനക്ക് ഗോൾഡ് ഡി റോജറിനെ കുറിച്ച് അറിയുമോ? ഡി? ഗോൾഡ് റോജറിനെ കുറിച്ചാണോ ഉദ്ദേശിച്ചത്? അങ്ങനെയാണ് ഇപ്പോൾ അവൻ അറിയപ്പെടുന്നത്. തോന്നുന്നത് അപകടകാരിയായ ഒരു മനുഷ്യന്റെ കൂടെയാ എന്റെ റെയിൻഡിയർ പോയതെന്ന്. വിൽ ഓഫ് ഡിക്ക് ഇപ്പോഴും ജീവനുണ്ടായിരുന്നു അല്ലേ? അടിപൊളി, എന്തു വലുതായി കടല്. പിന്നല്ലേ, ഈ വലിയ കടലിലെ സാഹസിക യാത്രയ്ക്ക് പോകുന്നവരാണ് കടൽ കൊള്ളക്കാർ, ലൂഫി പറഞ്ഞു. ഓഹോ, പൈരറ്റുകളപ്പോ അടിപൊളി തന്നെയാ. ചോപ്പറിന്റെ കണ്ണുകൾ തിളങ്ങി. അപ്പോൾ ഒരു വലിയ പക്ഷി അവർക്ക് മുകളിൽ കൂടി പറന്നു പോകുന്നത് അവൻ കണ്ടു. അയ്യോ, എന്താ അത്? സീകളടാ, സീകൾ എന്ന് ലൂഫി. അത്രയും വലിയ സീകളൊന്നും ഇല്ല മണ്ട എന്ന് നാമിയും പറഞ്ഞു. ഓയ് സീകൾ, ലൂഫി ഉറക്ക വിളിച്ചു. വിളി കേട്ടിട്ടെന്നോണം താണു പറന്ന് സ്പീഡിൽ വന്ന പക്ഷി ലൂഫിയെ റാഞ്ചി എടുത്തുകൊണ്ട് പറന്നുപോയി. ലൂഫി എവിടെ പോയി? നോക്കിയപ്പോൾ ലൂഫി പക്ഷിയുടെ കൊക്കിലുണ്ടായിരുന്നു. പക്ഷിത്തീറ്റി ആവല്ലടാ ലൂഫി. ചോപ്പർ കാറിക്കൊണ്ട് പിറകിലെ ഡെക്കിലേക്ക് ഓടി. അയ്യോ പ്രശ്നം, ലൂഫിയെ പക്ഷി പിടിച്ചു. ഉസോപ്പും സാഞ്ചിയും സോറോയും അവിടെ ഇരുന്ന് ചീട്ട് കളിക്കുകയായിരുന്നു. ചോപ്പർ കാറിക്കൊണ്ട് ലൂഫിയെ രക്ഷിക്കാൻ പറഞ്ഞ അവന്മാർക്ക് ചുറ്റും ഓടി. അവന് സഹായം വേണമെന്ന് അവൻ പറഞ്ഞു. സോറ ചോദിച്ചു. ഇല്ല, പറഞ്ഞില്ല. എന്നാൽ പ്രശ്നമൊന്നുമില്ല, പേടിക്കണ്ട. ഉടനെ ലൂഫി കൈ വിരിച്ച് നീട്ടി ഗമ്മുനെ പ്രൊപ്പലർ എന്ന അറ്റാക്ക് വഴി പക്ഷിയുടെ കൊക്കിൽ പിടിച്ച് കാറക്കിക്കൊണ്ട് ഡെക്കിലടിച്ചു. ഓയ് സാഞ്ചി, ഇറച്ചി കിട്ടി. നീ ഇതെങ്ങനെ ശരിയാക്കുമടാ? എനിക്ക് നല്ല കൈ ഉണ്ടായിരുന്നു ഉസോപ്പ്. സോറി. ഓ, നല്ല വലുപ്പമുണ്ടല്ലോ. അവസാനം നല്ലൊരു ഫുഡ് കഴിക്കാം. ഇതിനെ തിന്നാൻ കൊള്ളാവോ? എന്തു പറ്റി ചോപ്പർ? ചോപ്പറിന്റെ നിപ്പുണ്ട് ലൂഫി ചോദിച്ചു. പൈരറ്റുകളെല്ലാം അടിപൊളിയാ. ആ പിന്നെ അല്ല. അപ്പൊ നാമി വന്ന് പറഞ്ഞു, കപ്പലിപ്പോൾ അറബാസ്യ ചെല്ലും, കുഞ്ഞു കളിക്കാൻ സമയമില്ല. ഓക്കെ. അലബാസ്യ എന്താ? ചോപ്പർ ചോദിച്ചു. വിവിയുടെ അച്ഛൻ ഭരിക്കുന്ന രാജ്യമാണ് അറബാസ, നാമി പറഞ്ഞു. ക്രോക്കഡൈൽ എന്ന് പേരുള്ള ഒരുത്തൻ ഇപ്പോൾ അലബാസ പിടിച്ചെടുക്കാൻ നോക്കുകയാണെന്ന് ഉസോപ്പും. ക്രോക്കഡൈല് കടലിലെ 7 വാർലോഡുകളിൽ ഒരാളാണെന്നല്ലേ പറഞ്ഞത്? സാഞ്ചി ചോദിച്ചു. 7 വാർലോഡ്സോ? അതെന്താ എന്ന് ചോപ്പറും. ഗവൺമെന്റിന്റെ അംഗീകാരം കിട്ടിയ പൈരറ്റുകളാണ് കടലിലെ 7 വാർലോഡുകൾ, വിവി പറഞ്ഞു കൊടുത്തു. ഗവൺമെന്റിന്റെ അംഗീകാരം കിട്ടിയ കടൽ കൊള്ളക്കാരോ? ചോപ്പറിന് പിന്നെയും സംശയം. ഭയങ്കര ശക്തിയുള്ളവരാണവർ. ബാക്കിയുള്ള പൈരറ്റുകളെ ഓരോന്നോരോന്നായി കീഴ്പ്പെടുത്തുന്നവർ. അതുകൊണ്ട് പൈരറ്റുകളെ പിടിക്കാൻ ഗവൺമെന്റ് അവർക്ക് അംഗീകാരം കൊടുത്തു, ഉസോപ്പ് പറഞ്ഞു. ക്രോക്കഡൈലല്ലേ? അവനെ എനിക്കൊന്ന് കാണണം. ക്രോക്കഡൈൽ അലബാസയിൽ ഇപ്പോൾ ഒരു ഹീറോയെ പോലെയാണ്. കാരണം ടൗണുകൾ ആക്രമിക്കുന്ന പൈരറ്റുകളെ അയാൾ കീഴ്പ്പെടുത്തുന്നത് കൊണ്ട്. പക്ഷേ അതവന്റെ ആൾക്കാരെ കാണിക്കാനുള്ള മുഖം മാത്രമാണ്. പിന്നാമ്പുറത്ത് അയാളാണ് അറബാസയിൽ ഒരു സിവിൽ വാർ ഉണ്ടാക്കാനുള്ള ചരട് വലിക്കുന്നത്. കാരണം അലബാസ അയാൾക്ക് പിടിച്ചടക്കാൻ. ആർക്കും ഇത് മനസ്സിലായിട്ടില്ല, നാട്ടുകാർക്കോ എൻ്റെ അച്ഛനോ ആർക്കും. ഓക്കെ, എന്താണേലും ക്രോക്കഡൈലിനെ ഇടിച്ച് തൂറ്റിച്ചാ പോരെ എന്ന് ലൂഫി. അതെ, അതിനൊപ്പം സിവിൽ വാർ തടയാനും ബറോക്ക് വർക്സിനെ ഉന്മൂലനം ചെയ്യാനും ആവണം, വിവി പറഞ്ഞു. ബറോക്ക് വർക്സോ? ചോപ്പറിന് സംശയം. നിനക്കും അവരെക്കുറിച്ച് അറിയില്ല അല്ലേ? എനിക്കും അത്ര മനസ്സിലായിട്ടില്ല. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് അവരുടെ സിസ്റ്റംസ് എന്ന് ഉസോപ്പ്. സിസ്റ്റം ഒക്കെ സിമ്പിളാ, വിവി പറഞ്ഞു. ആദ്യം മുകളിൽ ബോസ് ഉണ്ട്, ക്രോക്കഡൈല് അഥവാ മിസ്റ്റർ സീറോ. ബോസിന് ഡയറക്റ്റ് ഓർഡർ കിട്ടുന്ന 12 ഏജന്റുമാരും ഒരു മൃഗവുമുണ്ട്. ആ 12 ഏജന്റുമാരും തന്റെ ഫീമെയിൽ പാർട്ട്ണറിന്റെ കൂടെ പെയറായാണ് വർക്ക് ചെയ്യുന്നത്. മിസ്റ്റർ 1ഉം മിസ് ഡബിൾ ഫിംഗറും. മിസ്റ്റർ 2വിന് പാർട്ട്ണർ ആരുമില്ല. മിസ്റ്റർ 3 ലിറ്റിൽ ഗാർഡനിൽ വെച്ച് കണ്ട ആ മെഴുക് മനുഷ്യനല്ലേ എന്ന് സോറ ചോദിച്ചു. അതെ, മിസ് ഗോൾഡൻ വീക്ക് ആയിരുന്നു അയാളുടെ പേര്.
മിസ്റ്റർ ഫോർ പെയറപ്പ് ചെയ്തിരിക്കുന്നത് മിസ് മെറി ക്രിസ്മസുമായിട്ടാണ്. അവരെക്കുറിച്ച് എനിക്ക് അധികം അറിയില്ല. ആ മൂക്കള മനുഷ്യൻ മിസ്റ്റർ 5 അല്ലേ? ഉസോപ്പ് ചോദിച്ചു. അതെ, അയാളുടെ പാർട്ണർ മിസ് വാലന്റൈനും. മിസ്റ്റർ 1 തൊട്ട് മിസ്റ്റർ 5 വരെ ഉള്ളവർ ഓഫീസർ ഏജന്റുകളാണ്. അവർക്കെല്ലാവർക്കും ഡബിൾ ഫ്രൂട്ട് ശക്തിയുമുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിഷനുകൾ മാത്രമേ അവർ ചെയ്യൂ. അതുപോലെ മിസ്റ്റർ 6 തൊട്ട് മിസ്റ്റർ 13 വരെ ഉള്ളവർക്ക് ഗ്രാൻഡ് ലൈനിൻ്റെ കവാടത്തിലുള്ള ജോലിക്കാരെ കൊണ്ട് കമ്പനിക്ക് ഫണ്ട് ഉണ്ടാക്കുക എന്ന തൊഴിലാണ്. പിന്നെ ഒരു കൊരങ്ങനും കോഴിയും കൂടി ഇല്ലായിരുന്നു? സാഞ്ചി ചോദിച്ചു. അതാണ് മിസ്റ്റർ 13 മിസ് ഫ്രൈഡേയും. അവർ പണിഷ്മെന്റ് സ്ക്വാഡാണ്. മിഷൻ പരാജയിച്ചവരെ ശിക്ഷിക്കുക എന്നതാണ് അവരുടെ മെയിൻ ജോലി. അതും കൂടാതെ ഓഫീസർ ഏജന്റുകൾക്ക് കീഴിൽ ബില്യൺസ് എന്നറിയപ്പെടുന്ന 200 ആൾക്കാരുമുണ്ട്. അവർക്കും കീഴെ മില്യൺസ് എന്നറിയപ്പെടുന്ന 1800 ആൾക്കാരും കൂടിയുണ്ട്. ഇതാണ് രഹസ്യ ക്രൈം സിൻഡിക്കേറ്റ് ആയ ബറോക്ക് വർക്സ്. അപ്പോൾ 1800 പ്ലസ് 200 2000 ആൾക്കാരോ? ഉസോപ്പും ജോപ്പറും ഞെട്ടി. ഓക്കെ, എനിക്കെല്ലാം ശരിക്കും മനസ്സിലായി. എന്താണേലും ക്രോക്കഡൈലിനെ ഇടിച്ച് തൂറ്റിച്ചാൽ പോരെ എന്ന് ലൂഫി. അവനൊരു കുന്തവും മനസ്സിലായിട്ടില്ല. ബറോക്ക് വർക്സിന്റെ അവസാന വലിയ ജോലി അലബാസ പിടിച്ചടക്കാനാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഓഫീസർ ഏജന്റുമാരും അലബാസയിൽ ഒത്തുചേരും. ഓക്കെ, എന്താണേലും ക്രോക്കഡൈലിനെ ഇടിച്ച് തൂറ്റിക്കും. മിസ്റ്റർ 2 ഒരുത്തനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നോട് ക്ഷമിക്കും മിസ്റ്റർ 2 ബോൺഗ്ലേ സമ. ഞാൻ ആരാണെന്ന നിന്റെ വിചാരം? ഞാൻ ബറോക്ക് വർക്സിലെ ഓഫീസർ ഏജന്റായ ബോൺഗ്ലയാണ്. എടാ നാവിഗേറ്ററെ, സീറോ ചാന്റെ ഓർഡർ എന്തായിരുന്നു? അതൊന്ന് പറ. അലബാസയ്ക്കും ലിറ്റിൽ ഗാർഡനും ഇടയ്ക്കുള്ള ഡയറക്ട് റൂട്ടിൽ വെച്ച് മിസ്റ്റർ 3യെ വധിക്കുക എന്ന്. അപ്പോൾ നിനക്ക് അതെന്താണെന്ന് അറിയാമല്ലേ? ഡയറക്റ്റ് റൂട്ട് എന്നാൽ സ്ട്രെയിറ്റ് ലൈനിൽ പോവുക എന്നല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ അലബാസയിൽ നിന്നും ലിറ്റിൽ ഗാർഡനിലേക്ക് നേരെ വന്നത്. പിന്നെ എന്താണ് നടന്നത്? മിസ്റ്റർ 3യെ കണ്ടുമുട്ടാതെ നമ്മൾ നേരെ ലിറ്റിൽ ഗാർഡൻ വരെ വന്നു. അതിനർത്ഥം നീയൊന്നും മിസ്റ്റർ 3യുടെ കപ്പൽ കണ്ടില്ല എന്നല്ലേ? ഇല്ല സാർ, അങ്ങനെ വരാൻ വഴിയില്ല. അപ്പോൾ നീയൊക്കെ പറയുന്നത് ഞാൻ മണ്ടനായതുകൊണ്ടാണെന്നാണോ? അല്ല മിസ്റ്റർ 2, മിണ്ടിപ്പോവരുത്. ഇതുപോലൊരു പ്രധാന ഘട്ടത്തിൽ മിസ്റ്റർ 3യെ കൊല്ലുക എന്ന മിഷനിൽ നമ്മൾക്ക് തോൽക്കാനാവില്ല. തോറ്റാൽ മിസ്റ്റർ 1ഉം അവന്റെ പാർട്ണറും വന്നെന്നെ കൊല്ലും. മനസ്സിലായോ? എന്റെ ഇരയാവണമെങ്കിൽ മിസ്റ്റർ 3ക്ക് വേണ്ടി നോക്കടാ. സൂപ്പർ ഫുൾ സ്പീഡ്. നമ്മൾ സ്വാണ്ടയിൽ അലബാസയിലേക്ക് തിരികെ പോവുകയാണ്. ഒരൊറ്റ കപ്പൽ പോലും വെറുതെ വിടരുത്. എന്താ? പൈരറ്റുകൾ രാജ്യത്തിലെ ടൗണുകൾ ആക്രമിക്കുന്നെന്നോ? ഇവിടെ ക്രോക്കഡൈൽ ഉണ്ടെന്ന് അവർക്ക് അറിയില്ലേ? കലാപം നടക്കുന്ന ഒരു രാജ്യം ആക്രമിക്കാൻ എളുപ്പമായതുകൊണ്ടാവാം സർ ക്രോക്കഡൈൽ. നിങ്ങൾ പോവുകയാണോ? അതെ, എൻ്റെ പബ്ലിക് ഫേസിനായി എനിക്ക് ഒരു നല്ല ജോലി ചെയ്യാറുണ്ട്. കടലിലെ 7 വാർലോഡുകൾ മറ്റു പൈരറ്റുകളെ വേട്ടയാടുന്നവരാണ്. വി ആർ ഹീറോസ് ടു പീപ്പിൾ.